ടു മാസ്റ്റേഴ്സ് PSC നവോത്ഥാന നായകർ സീരീസിലെ 6 പാർട്ടുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇത് 7ാമത്തെ പാർട്ടാണ്. 7ാമത്തെ പാർട്ടിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പണ്ഡിറ്റ് KP കറുപ്പനെ കുറിച്ചാണ്. നോക്കാം. പണ്ഡിറ്റ് KP കറുപ്പൻ. ജനനം 1885 മെയ് 24. ജന്മസ്ഥലം ചേരാനല്ലൂർ, എറണാകുളം. ജന്മഗൃഹം സാഹിത്യ കുടീരം. പിതാവ് പപ്പു, മാതാവ് കൊച്ചുപെണ്ണ്, ഭാര്യ കുഞ്ഞമ്മ. യഥാർത്ഥ നാമം ശങ്കരൻ. അപ്പോൾ ജനനം 1885 മെയ് 24. ജന്മസ്ഥലം ചേരാനല്ലൂർ, എറണാകുളം. ജന്മഗൃഹം സാഹിത്യ കുടീരം. പിതാവ് പപ്പു, മാതാവ് കൊച്ചുപെണ്ണ്, ഭാര്യ കുഞ്ഞമ്മ. യഥാർത്ഥ നാമം ശങ്കരൻ. കറുപ്പൻ എന്ന പേര് നൽകിയത് കുടുംബ സുഹൃത്തായ തമിഴ് ഗോസായിയാണ്. അപ്പോൾ കറുപ്പൻ എന്ന പേര് നൽകിയത് കുടുംബ സുഹൃത്തായൊരു തമിഴ് ഗോസായിയാണ്. പൂർണ്ണനാമം കണ്ടത്തുപറമ്പിൽ പപ്പു കറുപ്പൻ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പൂർണ്ണനാമം കണ്ടത്തുപറമ്പിൽ പപ്പു കറുപ്പൻ എന്നാണ്. യഥാർത്ഥ നാമം ശങ്കരൻ എന്നാണ്. കറുപ്പൻ എന്ന പേര് നൽകിയത് കുടുംബ സുഹൃത്തായ തമിഴ് ഗോസായിയാണ്. കേരള ലിങ്കൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ. ഇദ്ദേഹത്തെ കേരള ലിങ്കൻ എന്നറിയപ്പെടുന്നു. അതേപോലെ തന്നെ അരേ സമുദായത്തിൽ ജനിച്ച നവോത്ഥാന നായകൻ. ഇദ്ദേഹത്തെ കേരള ലിങ്കൻ എന്നും അറിയപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ അരേ സമുദായത്തിൽ ജനിച്ച നവോത്ഥാന നായകനാണ് ഇദ്ദേഹം. കൊച്ചി നാട്ടുരാജ്യത്തു നിന്നുള്ള ആദ്യ മനുഷ്യാവകാശ പ്രവർത്തകൻ. സാഹിത്യത്തിലൂടെ രാഷ്ട്രീയ വിമർശനം നടത്തിയിരുന്ന സാമൂഹിക പരിഷ്കർത്താവ്. അപ്പോൾ അരേ സമുദായത്തിൽ ജനിച്ച ആദ്യ നവോത്ഥാന നായകനാണ് ഇദ്ദേഹം. കൊച്ചി നാട്ടുരാജ്യത്തു നിന്നുള്ള ആദ്യ മനുഷ്യാവകാശ പ്രവർത്തകനാണ്. സാഹിത്യത്തിലൂടെ രാഷ്ട്രീയ വിമർശനം നടത്തിയിരുന്ന സാമൂഹിക പരിഷ്കർത്താവാണ്. അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച സിദ്ധാന്തം അദ്വൈത സിദ്ധാന്തമാണ്. അദ്വൈത സിദ്ധാന്തമാണ് പണ്ഡിറ്റ് KP കറുപ്പനെ സ്വാധീനിച്ച സിദ്ധാന്തം. ഗുരുക്കന്മാർ. പ്രാഥമിക വിദ്യാഭ്യാസം നൽകിയത് അഴീക്കൽ വേലുവൈദ്യൻ. സംസ്കൃത കാവ്യങ്ങൾ അഭ്യസിപ്പിച്ചത് മംഗലപ്പള്ളി കൃഷ്ണനാശാൻ. അപ്പോൾ ഗുരുക്കന്മാർ ആരൊക്കെയാണെന്ന് നോക്കാം. പ്രാഥമിക വിദ്യാഭ്യാസം നൽകിയത് അഴീക്കൽ വേലുവൈദ്യനാണ്. സംസ്കൃത കാവ്യങ്ങൾ അഭ്യസിപ്പിച്ചത് മംഗലപ്പള്ളി കൃഷ്ണനാശാനാണ്. സമുദായ നവീകരണത്തിനായി പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിച്ച പ്രാദേശിക സംഘങ്ങൾ സഭകൾ എന്നറിയപ്പെടുന്നു. അപ്പോൾ സമുദായ നവീകരണത്തിനായി പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിച്ച പ്രാദേശിക സംഘങ്ങൾ സഭകൾ എന്ന് അറിയപ്പെടുന്നു. പണ്ഡിറ്റ് KP കറുപ്പൻ സ്ഥാപിച്ച സഭകൾ. അപ്പോൾ ഏതൊക്കെയാണ് അദ്ദേഹം സ്ഥാപിച്ച സഭകൾ എന്ന് നോക്കാം. കല്യാണദായിനി സഭ കൊടുങ്ങല്ലൂർ. കല്യാണദായിനി സഭ കൊടുങ്ങല്ലൂരാണ് സ്ഥാപിച്ചത്. 1912 പണ്ഡിറ്റ് KP കറുപ്പൻ ആദ്യമായി സ്ഥാപിച്ച സഭ. അപ്പോൾ പണ്ഡിറ്റ് KP കറുപ്പൻ ആദ്യമായി സ്ഥാപിച്ച സഭ ഏതാണെന്ന് ചോദിച്ചാൽ അത് കല്യാണദായിനി സഭയാണ്. 1912 കൊടുങ്ങല്ലൂരിലാണ് സ്ഥാപിച്ചത്. വാലസേവാ സമിതി വൈക്കം. വാലസമുദായ പരിഷ്കാരിണി സഭ തേവര. കൊച്ചി പുലയ മഹാസഭ 1913 അത് കൊച്ചിയിൽ തന്നെയാണ് സ്ഥാപിച്ചത്. കൊച്ചി പുലയ മഹാസഭ 1913 കൊച്ചിയിൽ തന്നെയാണ് സ്ഥാപിച്ചത്. അരേ സമാജം 1907. അരേ വംശോദ്ധാരണി സഭ എങ്ങണ്ടിയൂർ. സന്മാർഗ പ്രദീപ സഭ കുമ്പളം. ജ്ഞാനോദയം സഭ ഇടക്കൊച്ചി. പ്രബോധ ചന്ദ്രോദയ സഭ വടക്കൻ പറവൂർ. സുധർമ്മ സൂര്യോദയ സഭ തേവര. അപ്പോൾ ആദ്യമായി സ്ഥാപിച്ച സഭ കല്യാണദായിനി സഭയാണ്. 1912 കൊടുങ്ങല്ലൂരിൽ സ്ഥാപിച്ചു. വാലസേവാ സമിതി വൈക്കം. വാലസമുദായ പരിഷ്കാരിണി സഭ തേവര. കൊച്ചി പുലയ മഹാസഭ 1913 കൊച്ചിയിൽ സ്ഥാപിച്ചു. അരേ സമാജം 1907. അരേ വംശോദ്ധാരണി സഭ എങ്ങണ്ടിയൂർ. സന്മാർഗ പ്രദീപ സഭ കുമ്പളം. ജ്ഞാനോദയം സഭ ഇടക്കൊച്ചി. പ്രബോധ ചന്ദ്രോദയ സഭ വടക്കൻ പറവൂർ. സുധർമ്മ സൂര്യോദയ സഭ തേവര. കായൽ സമ്മേളനം ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ചോളുക. കായൽ സമ്മേളനം 1913 ഫെബ്രുവരി 14 പണ്ഡിറ്റ് KP കറുപ്പൻ്റെ നേതൃത്വത്തിൽ കായൽ സമ്മേളനം നടന്നു. താഴ്ന്ന ജാതിക്കാർക്ക് പൊതുവഴി ഉപയോഗിക്കാനോ വിദ്യാഭ്യാസം നേടുവാനോ ഒരുമിച്ച് കൂടുവാനോ ചന്തകളിൽ നിന്ന് സാധനം വാങ്ങുവാനോ വിൽക്കുവാനോ അവകാശമുണ്ടായിരുന്നില്ല. അവകാശങ്ങൾ നേടിയെടുക്കുന്നതിൻ്റെ ഭാഗമായി നടന്ന സമ്മേളനമാണ് കായൽ സമ്മേളനം. അപ്പോൾ 1913 ഫെബ്രുവരി 14 പണ്ഡിറ്റ് KP കറുപ്പൻ്റെ നേതൃത്വത്തിലാണ് കായൽ സമ്മേളനം നടന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചോളുക. ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കായൽ സമ്മേളനം.
പദവികൾ. 1925 പണ്ഡിറ്റ് കറുപ്പൻ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായി. 1931 കൊച്ചി രാജ്യത്തിലെ നാട്ടുഭാഷാ സൂപ്രണ്ട് പദവി ലഭിച്ചു. 1931 കൊച്ചി രാജ്യത്തിലെ നാട്ടുഭാഷാ സൂപ്രണ്ട് പദവി ലഭിച്ചു. 1913 കേരളവർമ്മ വലിയകോയി തമ്പുരാൻ പണ്ഡിറ്റ് കറുപ്പന് വിദ്വാൻ പദവി നൽകി. കൊച്ചി മഹാരാജാവ് പണ്ഡിറ്റ് കറുപ്പന് കവിതിലക പട്ടം, സാഹിത്യ നിപുണൻ എന്നീ പദവികൾ നൽകി. അപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ പദവികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 1925 പണ്ഡിറ്റ് KP കറുപ്പൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായി. 1931 കൊച്ചി രാജ്യത്തിലെ നാട്ടുഭാഷാ സൂപ്രണ്ട് പദവി ലഭിച്ചു. 1913 വിദ്വാൻ പദവി നൽകിയത് കേരളവർമ്മ വലിയകോയി തമ്പുരാനാണ്. കൊച്ചി മഹാരാജാവ് കവിതിലകം, സാഹിത്യ നിപുണൻ എന്നീ പദവികൾ നൽകി. രചനകൾ. ലങ്കാമർദ്ദനം ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. ലങ്കാമർദ്ദനം 12ാം വയസ്സിൽ രചിച്ച ആദ്യ കൃതിയാണ് ലങ്കാമർദ്ദനം. സ്തോത്രമന്ദാരം ആദ്യ കവിതയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യ കൃതി 12ാം വയസ്സിൽ രചിച്ച ആദ്യ കൃതിയാണ് ലങ്കാമർദ്ദനം. ആദ്യ കവിതയാണ് സ്തോത്രമന്ദാരം. ജാതിക്കുമ്മി 1904, അതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് തവണ PSC ചോദിച്ച ചോദ്യമാണ് ജാതിക്കുമ്മി. ജാതി വ്യവസ്ഥയെയും തൊട്ടുകൂടായ്മയെയും ചോദ്യം ചെയ്യുന്ന മലയാള സാഹിത്യത്തിലെ ആദ്യ രചനയാണ് ജാതിക്കുമ്മി. 1904 രചിച്ചത്. 19ാം വയസ്സിലാണ് ജാതിക്കുമ്മി പണ്ഡിറ്റ് KP കറുപ്പൻ രചിച്ചത്. ആചാരഭൂഷണം താഴ്ന്ന ജാതിയിൽപ്പെട്ട ജനങ്ങൾക്കിടയിൽ അന്ധവിശ്വാസത്തിനെതിരെ അവബോധം സൃഷ്ടിക്കുന്നതിനായി രചിച്ച കൃതിയാണ് ആചാരഭൂഷണം. സമാധി സപ്തകം ചട്ടമ്പി സ്വാമികളുടെ മരണത്തിൽ മനം നൊന്ത് KP കറുപ്പൻ രചിച്ച കൃതിയാണ് സമാധി സപ്തകം. ബാലകലേശം കൊച്ചി മഹാരാജാവിൻ്റെ ഷഷ്ടിപൂർത്തിയോടനുബന്ധിച്ച് കറുപ്പൻ രചിച്ച നാടകകൃതിയാണ് ബാലകലേശം. ഉദ്യാന വിരുന്ന്, ധർമ്മകാഹളം, എഡ്വേർഡ് വിജയം, ശ്രീബുദ്ധൻ, ബാല ഉദ്യാനം തുടങ്ങിയവ മറ്റു കൃതികൾ. അപ്പോൾ ലങ്കാമർദ്ദനം 12ാം വയസ്സിൽ ആദ്യമായി രചിച്ച കൃതി. സ്തോത്രമന്ദാരം ആദ്യ കവിത. 1904 ജാതി വ്യവസ്ഥയും തൊട്ടുകൂടായ്മയും ചോദ്യം ചെയ്യുന്ന മലയാള സാഹിത്യത്തിലെ ആദ്യ രചനയാണ് ജാതിക്കുമ്മി. ആചാരഭൂഷണം താഴ്ന്ന ജാതിയിൽപ്പെട്ട ജനങ്ങൾക്കിടയിൽ അന്ധവിശ്വാസത്തിനെതിരെ അവബോധം സൃഷ്ടിക്കുന്നതിനായി രചിച്ച കൃതിയാണ് ആചാരഭൂഷണം. സമാധി സപ്തകം ചട്ടമ്പി സ്വാമികളുടെ മരണത്തിൽ മനം നൊന്ത് KP കറുപ്പൻ രചിച്ച കൃതിയാണ് ബാലകലേശം. കൊച്ചി മഹാരാജാവിന് ഷഷ്ടിപൂർത്തിയോടനുബന്ധിച്ച് കറുപ്പൻ രചിച്ച നാടകമാണ് ബാലകലേശം. മറ്റ് കൃതികൾ ഉദ്യാന വിരുന്ന്, ധർമ്മകാഹളം, എഡ്വേർഡ് വിജയം, ശ്രീബുദ്ധൻ, ബാല ഉദ്യാനം എന്നിവയാണ്. അപ്പോൾ അദ്ദേഹം അന്തരിച്ചത് 1970 ഫെബ്രുവരി 25 പ്ലൂറസി എന്ന ശ്വാസകോശ രോഗം ബാധിച്ചാണ് അദ്ദേഹം അന്തരിച്ചത്. പണ്ഡിറ്റ് KP കറുപ്പൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ചേരാനെല്ലൂരാണ്. അപ്പോൾ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ചേരാനെല്ലൂരാണ്. 1953 കറുപ്പൻ സ്മാരക ഗ്രാമീണ വായനശാല ചേരാനെല്ലൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. അപ്പോൾ കറുപ്പൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ചേരാനെല്ലൂരാണ്. ചേരാനെല്ലൂരിൽ തന്നെ കറുപ്പൻ സ്മാരക ഗ്രാമീണ വായനശാല പ്രവർത്തനം ആരംഭിച്ചത് 1953. അദ്ദേഹത്തെ പറ്റിയുള്ള കുറച്ച് പുസ്തകങ്ങളും രചനകളുമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അത് നോക്കാം. പണ്ഡിറ്റ് കറുപ്പൻ ജീവിതവും പോരാട്ടവും, ഗോപിനാഥ് പനങ്ങാട്. പണ്ഡിറ്റ് കറുപ്പൻ വിപ്ലവം കവിതയിലും സാമൂഹിക രംഗത്തും, തങ്കപ്പൻ പൂയപ്പള്ളി. പണ്ഡിറ്റ് കറുപ്പൻ വിദ്യാനന്ദൻ. പണ്ഡിറ്റ് കറുപ്പൻ ജീവിതവും പോരാട്ടവും എന്ന പുസ്തകം എഴുതിയത് ഗോപിനാഥ് പനങ്ങാട്. പണ്ഡിറ്റ് കറുപ്പൻ വിപ്ലവം കവിതയിലും സാമൂഹിക രംഗത്തും എന്ന പുസ്തകം എഴുതിയത് തങ്കപ്പൻ പൂയപ്പള്ളി. പണ്ഡിറ്റ് കറുപ്പൻ എന്ന പുസ്തകം എഴുതിയത് വിദ്യാനന്ദൻ. ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. നോട്ടുകൾക്കായി ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. താങ്ക് യു.